വെണ്ണിലാവു പോലും നിനക്കെന്നേരിയും വേനലായി വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി നിന്റെ യാത്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ യാത്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പടന്നു മുറിവേറ്റു പാടുമൊരു പാവം തൂവൽ കിളിയായി നീ ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റ് വീഡിയോ ആണ് അല്ലേ, ന്യൂ ഇയർ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വർഷം അടുത്ത വർഷത്തെ കുറവുകളൊക്കെ നികത്തി ഈ വർഷം നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി ദുഃഖങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളൊന്നും ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റില്ല. ഒത്തിരി ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. പ്രകൃതി ദുരന്തം കൊണ്ടും അല്ലാതെയും ഒക്കെ ഒത്തിരി വേർപാടുകളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന വർഷമാണ് കഴിഞ്ഞ വർഷം. കുറച്ച് നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ദുഃഖങ്ങൾ നമ്മളെ വേർവിട്ടുപോയ എല്ലാവരെയും ഓർത്തുകൊണ്ട് അവരുടെ ആത്മാവിന് ആത്മശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ വർഷം നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോയേ മതിയാവും. ആരൊക്കെ ഇല്ലെങ്കിലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ജീവിതം നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നടന്ന് നീങ്ങിയേ മതിയാവും. ഇപ്പം നിലവിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉള്ളത് ഉമാ തോമസ് എന്ന് പറഞ്ഞ MLA ഒരു അവസ്ഥയാണ്. അവരെത്രയും പെട്ടെന്ന് അവരുടെ രോഗത്തിൽ നിന്ന് റിക്കവറായി അവർ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയൊരു പരിപാടിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ആരും പ്രതീക്ഷിച്ചതല്ല അല്ലേ. കേരളത്തിലെ വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പരിപാടിയിൽ ഇത്രയും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടൊരു അപകടം ഒരു MLAക്ക് ഒരു അപകടം സംഭവിക്കുകയും ചെയ്തത് വളരെയധികം ദുഃഖകരമായിപ്പോയി. ഇനിയെങ്കിലും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കല എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ്. കലാകാരന്മാർ ചെയ്യുന്ന അവരുടെ കലാരൂപം ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള ദുഃഖകരമായൊരു കാര്യങ്ങൾ ഉണ്ടാവുക, കല ഒരു എന്താ പറയുക വിൽപ്പന ചരക്കാക്കുക, അല്ലെങ്കിൽ കല കൊണ്ട് കുറേ ആ ഒരു കലാരൂപം കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് ആർക്കും തന്നെ എന്താ പറയുക അതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറയാൻ അറിയുകയില്ല, അതിനൊന്നും താല്പര്യമില്ല. ഒന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയൂ. കല എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മുതലെടുക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് അതൊരു വേദന ഉണ്ടാക്കാതിരിക്കുക. കല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മനസ്സമാധാനവും സന്തോഷവും ആളുകൾ നിറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു പാട്ടാണെങ്കിലും ശരി, ഡാൻസ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അത് മനസ്സിന് കുളിർമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതൊരു ദുഃഖകരമായൊരു കാര്യം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമാക്കി തീർക്കുന്നതിനോ വേണ്ടിയല്ല കല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് എല്ലാവരും ഒന്ന് മനസ്സിൽ കരുതിയാൽ കൊള്ളാം. പിന്നെ ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാം ഒരു ബിസിനസ് മൈൻഡിലൂടെ കാണുന്ന കുറച്ച് ആളുകളുടേതാണ് ഈ ലോകം എന്ന് പറയുന്നത്. നമ്മൾ കല അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് കലകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ കാലത്ത് ഒരു നിലനിൽപ്പില്ല. അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ടും കലയെ മുറുകെ പിടിച്ചു പോകുന്നവർക്കും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു ഫീൽഡായിട്ട് അല്ല ഇന്ന് കലയുടെ ആ ഒരു ഫീൽഡ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും മത്സരവും ചതിക്കുഴികളും നിറഞ്ഞതാണെന്ന് തന്നെ പറയേണ്ടി വരും.
എന്തു തന്നെയാണേലും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ആ ഒരു MLAയുടെ അവസ്ഥ അവർക്ക് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ, അവരുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ. അല്ലെങ്കിൽ അത് നമുക്ക് കേരളത്തിൽ അതൊരു എന്താ പറയുക, ദൗർഭാഗ്യകരമായ ഒരു കാര്യമായി പോവും. എല്ലാവരും ഒത്തിരി പ്രതീക്ഷയോടെ, ഒത്തിരി സന്തോഷത്തോടു കൂടി ഒത്തിരി കലാകാരന്മാർ പല ഭാഗത്തു നിന്ന് വന്ന് നമ്മുടെ എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ അത് പങ്കെടുക്കാൻ വന്നവർക്ക് ഉണ്ടായ അനുഭവങ്ങളും അവരുടെ കുറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ചർച്ചകളും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇത് എന്ത് തന്നെയാണേലും ഇതിൻ്റെ സംഘാടകരുടെ കയ്യിലാണേലോ അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിലാണേലോ തെറ്റെന്ന് വെച്ചാൽ അത് അവർ മാക്സിമം അതിന് പ്രതിവിധി കണ്ടെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇനി കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതെ പോകട്ടെ. കല കൊണ്ട് ഒരിക്കലും കല ഒരു കൊലയാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ കല ഒരു വിൽപ്പന ചരക്കാവാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കല ഉപവസിച്ച് അല്ലെങ്കിൽ കല ഉപയോഗിച്ച് ഉപാസിച്ച് ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ജീവിതം തന്നെ അവരൊരു കലയാണ്. പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറ വെച്ചിട്ട് ജീവിക്കുന്നവരല്ല അവരൊന്നും. അപ്പം അങ്ങനെയുള്ള നല്ല കലാകാരന്മാർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ, അവർക്ക് മുന്നോട്ട് വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ ഞെട്ടലുണ്ടാവുകയാണ്. ഓരോരോ അനുഭവങ്ങളും നമ്മൾ ഇത്രയും വലിയൊരു കാര്യം, ഒരു ഈവൻ്റ് നടന്നിട്ട് അതിനിങ്ങനെ ഒരു ദൗർഭാഗ്യകരമായൊരു എന്താ പറയുക പിന്നാമ്പുറം കഥകളൊക്കെ വരുമ്പോൾ അത് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്തു തന്നെ ആയാലും ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല, പറയാൻ താല്പര്യവുമില്ല. ഇനി വരുന്ന ഈ വർഷം, ഈ ന്യൂ ഇയർ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ വർഷം നല്ലൊരു വർഷമാവട്ടെ, നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത് നല്ല രീതിയിൽ നടത്തിയെടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോവുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് നന്നായിട്ട് ഒന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ പാട്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാം ദൈവം വിചാരിക്കുന്ന പോലെയല്ലേ നടക്കുകയുള്ളൂ. പിന്നെ എന്താ പറയുക, നല്ലവരായ മനുഷ്യരായ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പാടിത്തരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ വർക്കൊക്കെ വരുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ബിസി ആവും എന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഒരു ഉപജീവന മാർഗ്ഗമാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോയേ മതിയാവും. യൂട്യൂബിൽ പലരും പറയുന്ന പോലെ യൂട്യൂബ് സക്സസ് ആയാൽ വളരെ സന്തോഷം. അതിനുവേണ്ടി ശ്രമിക്കും. പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് കാണാനോ സംസാരം കേട്ടിരിക്കാനോ ഒന്നും ഇന്നത്തെ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്, ഗോസിപ്പുകൾ, മറ്റുള്ളവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹം. അത് ഞാൻ ആരെയും തെറ്റ് പറയുന്നതെന്നല്ല കേട്ടോ. ഭൂരിപക്ഷം ആളുകൾക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റുള്ള വീഡിയോസൊക്കെ കാണാനാണ് താല്പര്യം. പിന്നെ കുറേയൊക്കെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാമെന്നൊക്കെ ഞാൻ വിചാരിച്ചാലും ഞാനൊരു ഒറ്റയാൾ പട്ടാളമാണ്. അപ്പോൾ എനിക്കതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാ തരത്തിലും ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു വീഡിയോ നല്ല രീതിയിലൊക്കെ പുറത്തു പോയി എടുക്കണമെങ്കിൽ നല്ലതായിട്ട് ക്യാഷ് ചിലവാകും. അതിന് തൽക്കാലം എൻ്റെ കയ്യിൽ ക്യാഷ് എടുത്ത് ചിലവാക്കാനും അതിനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. എന്തായാലും സന്തോഷം. നിങ്ങൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും എന്നെ സ്നേഹിക്കുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ വിശ്വാസം, ഞാൻ അന്നും പറഞ്ഞു, നമ്മളെല്ലാം അന്ധമായിട്ട് ഒന്നിനെയും വിശ്വസിക്കരുത്. ഒരു കാര്യവും അന്ധമായിട്ട് വിശ്വസിക്കുക. എനിക്കത് സാധ്യമാകും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വ്യക്തികളാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ശരി അമിതമായിട്ട് ഞാൻ വിശ്വസിക്കും. ഇപ്പം എൻ്റെ ഒരു കാര്യം വന്നു, എനിക്ക് എന്ത് കാര്യമാണെങ്കിലും നല്ലത് വന്നു, അതെനിക്ക് അത് വരും, അതിങ്ങനെ നിലനിൽക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വന്നാൽ അത് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാകും. പണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മുടെ ലൈഫ് നമ്മൾ ആരും നിരുപദ്രവകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ നേട്ടങ്ങളെക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ്. പിന്നെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിക്കണം, മുന്നോട്ട് അങ്ങനെ പോകണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓരോരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, രണ്ട് കാലം നിവർന്ന് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആരുടെയും സഹായമില്ലാതെ നടന്ന് അവനവൻ്റെ സ്വന്തം കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് വരും കേട്ടോ. അതിപ്പോൾ അത്ര ദയനീയമായിട്ട് ജീവിക്കുന്ന ആളുകളും വിഷമം വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ MLA യുടെ കാര്യം തന്നെ അവരൊരിക്കലും നമ്മൾ നാളെ എന്ത് സംഭവിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇപ്പം ഇന്നത്തെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. നാളത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായി പോവുള്ളൂ. ഒരിക്കലും ആ പ്രതീക്ഷകളുകൊണ്ട് നമുക്കൊരു കാര്യവും സംഭവിക്കില്ല. അതങ്ങനെയാണ്, പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ്. ഇന്നത്തെ ജീവിതം നമ്മൾ ജീവിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ച് തീർക്കുക. നാളെ എന്ത് വരും എന്നുള്ളത് അപ്പം നാളെ വരുമ്പോൾ നാളെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോട്ടെന്ന് പറയുന്നത്. അല്ലാണ്ട് നാളെ നമുക്ക് അങ്ങനെ വരും, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം വരും എന്ന് പറഞ്ഞ് ഇന്നേ ഡ്രസ്സ് ഉയർത്തി നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ നാളെ അത് വരുമെന്ന് വിചാരിച്ച് അങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സന്തോഷങ്ങൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോവുക, ഓരോ ദിവസവും സമാധാനവും സന്തോഷമായിട്ട് ജീവിച്ചു പോവുക. നമുക്ക് പറ്റുന്ന ചെറിയൊരു ഉപകാരമെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഉപകാരം ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് അർഹതയുള്ളവരും എന്താ പറയുക, അർഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, വിശപ്പുള്ളവരെ ഊട്ടുക, അല്ലെങ്കിൽ വിശപ്പില്ലാത്തവർക്ക് നമ്മൾ കുറേ വാരിക്കോരി ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആർക്കാണോ അർഹത അവർക്ക് മാത്രം നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണെങ്കിലും ഒരിക്കലും അർഹതയില്ലാത്തവരെ പുറകെ നമ്മൾ നടക്കരുത്, അവരെ ഊട്ടാൻ ശ്രമിക്കരുത്. അത് നമുക്ക് ഉപദ്രവമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് തിരക്കുകളിലേക്ക് പോകണം. ഇതൊക്കെ തന്നെ ലൈഫിൽ എന്തായാലും ഈ വർഷം അടിപൊളിയാവുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തുടക്കമൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. അറിയില്ല നാളെ എന്താകും എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകുന്നു. നാളെ ഇനി നാളാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോട്ടെ. ജീവിതം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാനുള്ളതും കൂടെയാണ്. കരഞ്ഞു മൂന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആരും കണ്ണുനീരൊപ്പാനായിട്ട് വരില്ല. എല്ലാവർക്കും പ്രാധാന്യം അവരവരുടെ കാര്യത്തിനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, അയ്യോ എൻ്റെ കണ്ണിന് ഞാൻ കരഞ്ഞിട്ടും ഞാൻ വിഷമിക്കുന്നൊന്നും ആരും കാണാനും കേൾക്കാനും ഇല്ലെന്നുള്ളത്. നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ കാണാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഓരോ ദിവസവും മനസ്സുകൊണ്ട് ബലവാന്മാരാകുക, സന്തോഷവാന്മാരാകാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തൊരു ലൈഫ് മനുഷ്യനില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ പ്രശ്നങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഇങ്ങനെ കിണുങ്ങിക്കൊണ്ടിരുന്നാൽ എന്നും അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ എല്ലാം അതേപോലെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്കുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ, ഇങ്ങനെ ഇരുന്ന് മോങ്ങണ സന്ദർഭങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞ പോലെ മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെയാവും കാര്യങ്ങൾ. അതുകൊണ്ട് മോങ്ങാനിരുന്നാൽ നമ്മളെ കരയിക്കാനും മോങ്ങിക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കരയാതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക.
ചിരിച്ചുകൊണ്ട് ഓരോ ദിവസവും കടന്നു പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല വർഷമാവട്ടെ ഈ വർഷം. അപ്പോൾ തുടക്കമൊക്കെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, സന്തോഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ ചിൽഡ്രൻസ്, ബൈ ബൈ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.